എടാ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മൾ കാർട്ടൂൺ വെച്ച് പരസ്യം ചെയ്യാൻ ശ്രമിക്കണം. എടാ ഇത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. നല്ല കളർഫുൾ ആയിരിക്കണം പരസ്യങ്ങൾ. കുട്ടികൾ അത് കണ്ടാൽ വാശി പിടിച്ച് കരഞ്ഞ് വാങ്ങിക്കുന്ന പോലെ ആയിരിക്കണം. മനസ്സിലായ? ഹലോ ഹലോ അവിടെയല്ല ഇവിടെ. അല്ല ഏത് പരസ്യമാണ്? നമ്മുടെ പരസ്യം തന്നെ. കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഇറങ്ങുന്നത്. എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? എന്താണ് മര്യാദയ്ക്ക് കുഴപ്പം? ഇത് എഴുതി വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വായിക്കാനല്ല, കുട്ടികളുടെ പാരൻസിന് വായിക്കാനാണ് അല്ലേ? ആർക്ക് വേണമെങ്കിലും വായിക്കാം. എന്നിട്ട് ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാ? പിന്നെന്താ, എല്ലാം വായിക്കുന്നവനല്ലേ? പിന്നിൽ കൊടുത്തിട്ടുണ്ട്, നല്ലോണം വായിക്കും. നീ എഴുതി വെച്ചിരിക്കുന്ന ഈ പവർ ഓഫ് 5 ഇല്ലേ, അത് വായിച്ചിട്ട് തന്നെയാണ് പറയണത്. എന്നാ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇതിൽ നീ കൊടുത്തിരിക്കുന്ന എനർജി നിന്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷനിൽ RDA പെർസർ പ്രകാരം 6% മാത്രമാണ്. അതെ. അയേണും കാൽഷ്യം എത്രയാണ്? 2 മില്ലിഗ്രാം മാത്രമേ ഉള്ളൂ. എടാ ഉണ്ടല്ലോ, ഇല്ലാതിരുന്നിട്ടില്ലല്ലോ. എടാ അലവരാതി, നീ ഈ സെറിയിൽ നിന്നും പറഞ്ഞ് പിള്ളേർക്ക് കൊടുക്കുന്ന സാധനത്തിൽ ആഡഡ് ഷുഗറിൻ്റെ അളവ് എത്രയാണെന്ന് അറിയാമോ? 30 ഗ്രാമാണ്. കണ്ടുപിടിച്ചു. എടാ കുട്ടികൾക്ക് എന്തിനാണ് ഇത്രയും ഷുഗർ കൊടുക്കുന്നത്? പിന്നെന്തെങ്കിലും ടേസ്റ്റ് കൊടുക്കണ്ടേ? ഈ ടേസ്റ്റ് കൊടുത്തിട്ടാണ് നീ എനർജി കൊടുക്കുന്നത്. നിങ്ങളിത് വല്ലതും കാണുന്നുണ്ടോ? 2% ഷുഗർ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് സെർലാക്കിനെതിരെ നമ്മൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിപ്പോൾ വിവാദമായപ്പോഴല്ലേ നിങ്ങൾ ചെയ്തത്? അതുവരെ എന്ത് മാനം നോക്കിയിരിക്കുകയായിരുന്നോ? ഡാടാ നിന്റെ പ്രശ്നം എന്താണ് അത് പറ. ഇവന്മാരുടെ പ്രൊഡക്റ്റ് വല്ലതും നോക്കിയോ? 100 ഗ്രാമിൽ 30 ഗ്രാം ഷുഗറാണ്. ആയിരിക്കാം, പക്ഷെ വിവാദമാകുന്നില്ലല്ലോ. വിവാദമാകട്ടെ, എന്നിട്ട് അന്വേഷണം പ്രഖ്യാപിക്കുക. പൊന്നണ്ണ, ഞാറ്റിപ്പഴിച്ചാലേ ചോട്ടിലും പഴിക്കും. അത് മറക്കാതിരുന്നാൽ മതി.